ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അതിൻ്റെ കുറച്ച് തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പുള്ള നമ്മുടെ ചാനലിൽ CCNA മറ്റ് വീഡിയോകൾ കാണാൻ ശ്രമിച്ചിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക. കാരണം നമ്മൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഇനി ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ക്ലാസ്സാണ് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അതെന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വലിയൊരു ബിൽഡിങ്, അപ്പോൾ അവിടെ വിവിധ നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ നെറ്റ്വർക്കുകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസിൻ്റെ അകത്ത് ഒരു 5 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന PC അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ഉപയോഗിച്ചിട്ട് ഒരു നെറ്റ്വർക്കിന് മുകളിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിന്മേൽ നമ്മളൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് അഡ്മിൻ ആയിട്ടുള്ള നമുക്ക് തീരുമാനിക്കാൻ പറ്റും ആ നെറ്റ്വർക്കിൽ ഏതൊക്കെ PC തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഈ നെറ്റ്വർക്ക് അഡ്മിൻ ആയിട്ടുള്ള നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്ന സർവീസിന് പറയുന്ന പേരാണ് ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ഇതിൻ്റെ തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് 2 ടൈപ്പ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നതും, അപ്പോൾ ഒന്നാമത്തത് സ്റ്റാൻഡേർഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, രണ്ടാമത്തത് എക്സ്റ്റെൻഡഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. 2 ടൈപ്പ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡും രണ്ടാമത്തത് എക്സ്റ്റെൻഡഡും. എന്താണ് സ്റ്റാൻഡേർഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റും എക്സ്റ്റെൻഡഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഈ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്കിന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ റൂട്ടർ വരയ്ക്കാം. ഈ റൂട്ടറിനെ തമ്മിൽ നമ്മൾ പരസ്പരം കണക്ട് ചെയ്തു. ഈ റൂട്ടറിന് 2 ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു ലാബ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. ഇത് സ്വിച്ച് ഞാനിപ്പോൾ റഫായിട്ട് ജസ്റ്റ് കാണിച്ചു തരുവാണ്. പ്രാക്ടിക്കലിൽ നമുക്ക് ലാബായിട്ട് ചെയ്യാം. രണ്ട് ലാൻ ഉണ്ട്, ഇവിടെയും 2 ലാൻ ഉണ്ട്. ഇവിടെ വേറൊരു ലാനും കൂടെ വരയ്ക്കാം. ഇത് റൂട്ടർ 1, ഇത് റൂട്ടർ 2, ഇത് ലാൻ 1, ലാൻ 2, ലാൻ 3, ലാൻ 4. സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും ഡെസ്റ്റിനേഷനില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു കണ്ടീഷൻ എഴുതുവാണ്. ലാൻ 1 ഇതാണ്. ലാൻ 1 ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ലാൻ 1 ലാൻ 4 അപ്പോൾ ലാൻ 1 നിന്ന് നമ്മൾ പിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാൻ 4 എന്ത് കിട്ടരുത്? കമ്മ്യൂണിക്കേഷൻ കിട്ടരുത്, അല്ലേ? അപ്പം ലാൻ 1 നിന്ന് വരുന്ന ഡാറ്റ ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഇവിടെ സോഴ്സ് ഏതാ? സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുറപ്പെടുന്ന സ്ഥലമാണ്, അല്ലേ? സോഴ്സ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ അടിക്കുമ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്നാണോ പുറപ്പെടുന്നത് അതാണ് നമ്മുടെ സോഴ്സ്. ഡെസ്റ്റിനേഷൻ എവിടെയാ? നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തെയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ഏതാ? സോഴ്സ് റൂട്ടർ എന്ന് പറയുന്നത് ലാൻ 1 നിന്ന് ലാൻ 4 അല്ലേ? അപ്പൊ ലാൻ 1 ഇരിക്കുന്നത് ഏതാണ്? ഇത്. അപ്പൊ ഇതിനെ നമുക്ക് സോഴ്സ് റൂട്ടർ എന്ന് വിളിക്കാം. ലാൻ 1 എങ്ങോട്ട് എത്തിച്ചേരേണ്ടത്? ലാൻ 4 ലാൻ 4 ഇരിക്കുന്നത് എവിടെയാണ്? ലാൻ 4 ഇരിക്കുന്നത് റൂട്ടർ 2 അല്ലേ? അപ്പൊ റൂട്ടർ 2 നമുക്ക് എന്ത് വിളിക്കാം? ഡെസ്റ്റിനേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഡെസ്റ്റിനേഷനും സോഴ്സും ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളൊരു കണ്ടീഷൻ ഞാൻ പറയുകയാണ്.
ലാൻ 1 നിന്ന് ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്നാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് എവിടെ ചെയ്യുക? ഡെസ്റ്റിനേഷനിലാണ് ചെയ്യുക. നമ്മൾ ഇവിടെ നമ്മളൊരു ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ACL ക്രിയേറ്റ് ചെയ്യും. ACL ക്രിയേറ്റ് ചെയ്യും. ACL നമ്മുടെ കണ്ടീഷൻ അത് കൊടുക്കുക, ലാൻ 1 ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ ലാൻ 1 ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലാൻ 4ൻ്റെ ഈ ലാൻ 4 ഈ റൂട്ടറിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ അതെടുത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെ ലാൻ 1 നിന്നും 2 നിന്നും 3 നിന്നും ഈ ലാൻ 4 വരുന്ന എല്ലാ പാക്കറ്റുകളെയും ഈ റൂട്ടർ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ലാൻ 4 കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, ആ ഒരു ഇന്റർഫേസിൽ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യും, നമ്മുടെ കണ്ടീഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. ലാൻ 1 നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യും. ലാൻ 2 നിന്നും 3 നിന്നുമാണ് വരുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യും? കടത്തിവിടും. അങ്ങനെ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സോഴ്സ് റൂട്ടറിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു നെറ്റ്വർക്കിന് മുഴുവനായിട്ട് വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിലെ ഏതെങ്കിലും PCകൾ, ഇപ്പൊ ലാൻ 1 ഈ ഒരു PC, ഫസ്റ്റ് PC, ലാൻ 1 ഈ ഫസ്റ്റ് PC, ഇത് ലാൻ 2 ഈ ഒരു PC, ഈ രണ്ട് PCകൾ ലാൻ 3 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു സിംഗിൾ ഹോസ്റ്റുകളെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഒരു എൻറ്റയർ നെറ്റ്വർക്കിനെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സർവീസിനെയാണ് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ്. അങ്ങനെ ചെയ്യുന്ന സർവീസ് അല്ല, അങ്ങനെ ചെയ്യുന്നത് ആക്സസ് ലിസ്റ്റ് ആണ്. അങ്ങനെ ഈ ആക്സസ് ലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെ, ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ റൂട്ടറിന്റെ ഏത് ഇന്റർഫേസ് ആണോ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന ആക്സസ് ലിസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് എന്ന് വിളിക്കുക. എക്സ്റ്റെൻഡഡ് എന്താണ്? എക്സ്റ്റെൻഡഡിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നെറ്റ്വർക്കുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു ലാബ് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാബൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഒരു നോർമലായിട്ടൊരു ലാബ് ആദ്യം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഞാനൊരു നമ്മുടെ ആക്സസ് ലിസ്റ്റ് തീർന്നോട് കൂടിയിട്ട് ഞാനൊരു വർക്ക് തരാം. അപ്പോൾ ആ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും, മൊബൈലിൽ നമ്മുടെ വീഡിയോ കണ്ട് പഠിക്കുന്നവരുണ്ടാവും, അവർക്കിപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും നിങ്ങൾ ഒരു പെന്നെടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഇങ്ങനെ എഴുതുക. ഞാൻ തന്ന ലാബ് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ആ കണ്ടീഷൻ എനിക്ക് എഴുതി അയച്ചു തരിക. അയച്ചു തന്നിട്ട് ഞാൻ അതിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ കറപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഞാനിപ്പോൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ACL ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലാബ് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ 2 റൂട്ടർ എടുത്തു. 2 റൂട്ടറിന് 2 ലാൻ വീതം കൊടുക്കുകയാണ്. 2 ലാനിലും നമുക്ക് 2 PCകളെ വീതം എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ നമുക്ക് സീരിയൽ കേബിൾ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം IP ഒക്കെ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലാബ് ഇതാക്കാം, കോൺഫിഗർ ചെയ്യാം. റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ. സബ്നെറ്റ് വേണമെങ്കിൽ സബ്നെറ്റ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സബ്നെറ്റ് ഇല്ലാതെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ സബ്നെറ്റ് ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യുകയാണ്. ഇവിടെ 192 168 10 0 എന്നാണ് കൊടുക്കണേ, 24. അപ്പോൾ ഇവിടെ 10 1 10 2 24 എന്ന് പറഞ്ഞാൽ ക്ലാസ് C ആണ് അല്ലേ. ഇനി നമുക്ക് ലാനുകളെ കണക്ട് ചെയ്യാം. ജിഗാബിറ്റ് 0/0 ഇവിടെ 0/1 എടുത്തു. ഇവിടെയും 0/0 എടുത്തു. ഇവിടെയും 0/1 എടുത്തു. ഇനി നമുക്ക് ലാൻ
ഇനി നമുക്ക് IP സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ 10.10.0.0.8 ഇവിടെ 20 എന്ന് പറയുന്ന നെറ്റ്വർക്ക് കൊടുക്കാം. ഇവിടെ 30 എന്ന് പറയുന്ന നെറ്റ്വർക്ക് കൊടുക്കാം. ഇവിടെ 40 എന്ന് പറയുന്ന നെറ്റ്വർക്ക് കൊടുക്കാം. നമുക്കിനി IP എല്ലാത്തിനും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ഈ ഇൻ്റർഫേസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് 10.00.254, ഇതിന് 20.00.254, ഇവിടെ 30.00.254, ഇവിടെ 40.00.254. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി PCകൾക്കൊക്കെ IP കൊടുക്കാൻ പോകുന്നത് ഇവിടെ 10.0.01, ഇവിടെ 10.0.02, ഇവിടെ 20.0.0.1, ഇവിടെ 20.0.0.2, ഇവിടെ 30.0.0.1, 30.0.0.2, 40.0.0.1, 40.0.0.2 ഇങ്ങനെ കൊടുക്കാൻ പോണേ PCകൾക്ക്. ഇപ്പോൾ PCകൾക്കൊക്കെ ഒന്ന് IP കൊടുത്തിട്ട് വരാം. 10.0.0.1 കൊടുത്തു, 10.0.0.254, 10.0.0.2, 10.0.0.254, 20.0.0.1, 20.0.0.254, 20.0.0.2, 20.0.0.254, 30.0.0.1, 30.0.0.254, 30.0.0.2, 30.0.0.254, 40.0.0.1, 40.0.0.254, 40.0.0.2, 40.0.0.254. ഇനി നമുക്ക് റൂട്ടറിന് IP കൊടുക്കാം. റൂട്ടറിന് നമുക്ക് IP കൊടുക്കാൻ അറിയാലോ അല്ലേ? നമ്മൾ എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 10.0.0.254 സബ്നെറ്റ് മാസ്ക് കൊടുത്തു. നോ സ്പേസ് ഷട്ട് ഡൗൺ, നോ സ്പേസ് ഷട്ട് ഡൗൺ, എക്സിറ്റ് ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/1 അല്ലേ? ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/1 IP സ്പേസ് അഡ്രസ് 20.0.0.254 സബ്നെറ്റ് മാസ്ക് കൊടുത്തു. നോ സ്പേസ് ഷട്ട് ഡൗൺ. ഇനി സീരിയലിന് കൊടുക്കണം. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/0 192 168 എത്രയായിരുന്നു? 10ആയിരുന്നു? 100ആയിരുന്നു? 10 10.1 സബ്നെറ്റ് മാസ്ക് 3255 ഒരു 0യും IP സ്പേസ് അഡ്രസ് എന്നാണ്. IP സ്പേസ് അഡ്രസ് 192 168 10.1 255 255 255 0 ക്ലോക്ക് റേറ്റ് 64,000 നോ സ്പേസ് ഷട്ട് ഡൗൺ അവിടെയും കൊടുത്തു. അപ്പോൾ ആ 3 റൂട്ടറിന് നമുക്ക് IP കൊടുത്തു അല്ലേ? ഇനി നമുക്കതിലേ റൂട്ടിങ് കൂടെ ചെയ്തിട്ട് അപ്പുറത്തോട്ടിട്ട് പോവാം. എന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടല്ലോ. കോൺഫിഗർ ടെർമിനൽ റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 10.0.0.0 255 255 255 നെറ്റ്വർക്ക് സ്പേസ് 20.0.0 വൈൽഡ് കാർഡ് മാസ്ക് 0 255 255 255 നോ ഓട്ടോ സമ്മറി. ഒരു ടേബിളും കൂടെ ഉണ്ട് അല്ലേ? റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ്റെ. അപ്പോൾ അത് വിട്ടുപോയി. കോൺഫിഗർ ടെർമിനൽ റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 192 168 10.0 000 255 സേവ് ചെയ്തു. അപ്പോൾ അതിൽ 3 ടേബിളുമായി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമാണെങ്കിൽ അടിച്ച കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത്. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. സ്റ്റാർട്ടപ്പ് മെമ്മറി കയറിയിട്ട് മുഴുവൻ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ IP കൾ
ജിഗാബിറ്റ് 0/0ക്ക് കൊടുത്ത IP ഉണ്ട്, ജിഗാബിറ്റ് 0/1ന് കൊടുത്ത IP ഉണ്ട്, പിന്നെ സീരിയലിന് കൊടുത്ത IP ഇവിടെ ഓൾറെഡി ഉണ്ട്, പിന്നെ റൗട്ടറിൽ 3 റൂട്ടിംഗ് ടേബിളുകളുണ്ട്. നമ്മുടെ ആ ഫസ്റ്റ് റൂട്ടറിൽ എല്ലാ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത രണ്ടാമത്തെ റൂട്ടറിൽ പോവാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0/0/0 IP സ്പേസ് അഡ്രസ്സ് 192.168.10.2 3,255 ഒരു സീറോയും നോ സ്പേസ് ഷട്ട് ഡൗൺ. ക്ലോക്ക് റേറ്റിൻ്റെ ആവശ്യമില്ല. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ്സ് 30.0.254 സബ്നെറ്റ് മാസ്ക് കൊടുത്തു, നോ സ്പേസ് ഷട്ട് ഡൗൺ അടിച്ചു, സേവ് ചെയ്തു. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/1 IP സ്പേസ് അഡ്രസ്സ് 40.0.254 അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു, നോ സ്പേസ് ഷട്ട് ഡൗൺ അടിച്ചു, സേവ് ചെയ്തു. കോൺഫിഗർ ടെർമിനൽ റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 192.168.10.0.0.0.255 നെറ്റ്വർക്ക് സ്പേസ് 30.0.0.255 നെറ്റ്വർക്ക് 40.0.0.255 നോ ഓട്ടോ സമ്മറി. സേവ് ചെയ്തു. ഇപ്പം എല്ലാം തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ലാബ്. ഇനി നമുക്ക് ഈ ലാബ് ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഡെസ്ക്ടോപ്പിൽ ലാബിൽ ആക്സസ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ എല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിങ് സ്പേസ് 30.0.1 30 എന്ന് പറയുന്ന നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. 30 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 40 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ 40 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 20 എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓരോ കണ്ടീഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മുടെ LAN 1 ഉണ്ടല്ലോ, LAN 1 എന്ന് പറഞ്ഞാൽ ഏതാണ് LAN 1? LAN 1 ഇതാണ് LAN 1 അല്ലേ, ഈ ഇരിക്കുന്ന LAN 1. ഇതിലിപ്പോൾ മാർക്ക് വരയ്ക്കാനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, വരയ്ക്കാനൊരു ഓപ്ഷൻ ഇല്ല. നമുക്കിതിൽ LAN 1, ഇപ്പോൾ ഇതാണ് LAN 1 എന്ന് പറയുന്നത്. ഫസ്റ്റ് LAN ഇതാണ് മാർക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ LAN 1, ഫസ്റ്റ് LAN 10 എന്ന് പറയുന്നതാണ് LAN 1. LAN 1 LAN 4 PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ LAN 1 ഇരിക്കുന്ന 2 PCകളും ഈ LAN 4 എന്ത് ചെയ്യരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ നമ്മുടെ LAN 1 ഇതാണ്, ഇവർ LAN 4 എന്ത് ചെയ്യരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ സോഴ്സ് ഏതാണ്, ഈ റൂട്ടർ, ഡെസ്റ്റിനേഷൻ ഇതാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ പോവാം. ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടർ ഏതാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടർ R2 ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടർ അല്ലേ. അപ്പോൾ നമുക്ക് LAN 1 LAN 4 എന്ത് ചെയ്യരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ 10 നിന്ന് 40 പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിങ് അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 40 പിങ് ആവുന്നുണ്ട്, നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. 40 പിങ് ആവും, 40.0.1 ആവുന്നുണ്ട്. നമുക്ക് 40.0.2 നോക്കാം. 40.0.2. അപ്പോൾ 10 എല്ലാ PCകളും LAN 1 എല്ലാ PCകളും LAN 1 ഇതാണ്, LAN 1 ഇതാണ്. ഓക്കെ, LAN 1 ഇതാണ്. LAN 1 എല്ലാ PCകളും സ്വാഭാവികമായിട്ടും ഏത് LANുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, LAN 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ലാൻ 1-ലെ എല്ലാ പീസുകളും ലാൻ 4-ഉമായിട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. നമുക്കിപ്പോൾ കണ്ടീഷൻ എന്താ? ലാൻ 1 ലാൻ 4-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ലാൻ 1 ലാൻ 4-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ പോവാം. ഡെസ്റ്റിനേഷൻ റൂട്ടറിൽ കോൺഫിഗർ ടെർമിനലിൽ പോവാം. നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമന്റ് IP ആക്സസ് ലിസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ആണ് ചെയ്യുന്നത് അല്ലേ? സ്റ്റാൻഡേർഡും ഉണ്ട്, എക്സ്റ്റെൻഡഡ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്. അപ്പൊ ഞാൻ IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ടാബ് അമർത്തുമ്പോൾ ഫുൾ ആയിട്ട് വരുന്നതാണല്ലോ. STAN അമർത്തിയിട്ട് ടാബ് അമർത്തുമ്പോൾ ഫുൾ ആയിട്ട് വരുന്നതാണ്. IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പേരാ കൊടുക്കണ്ടേ. ഇനി നമുക്കൊരു പേരാ കൊടുക്കണ്ടേ. അപ്പൊ IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് സ്പേസ് എനി നെയിം എന്തെങ്കിലും ഒരു പേരാ കൊടുക്കണ്ടേ. ഇപ്പൊ നമ്മൾ ഏതിലോട്ടുള്ള കണ്ടീഷനാ? 40-ലോട്ട് ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? അപ്പൊ ഞാൻ പേര് കൊടുക്കുന്നത് 2 എന്ന് എഴുതുക. 2 എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാട്ടോ. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ബ്ലോക്കെന്നോ എന്ത് കൊടുക്കാം. 2 40-ലോട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഒരു ആക്സസ് കൺട്രോൾ ലിസ്റ്റിന്റെ അകത്താണ്. സ്റ്റാൻഡേർഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റിന്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ കണ്ടീഷൻ എന്താ? 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ ബ്ലോക്ക് ചെയ്യണം എന്നാണ് അല്ലെ? അപ്പൊ ഡിനേ സ്പേസ്, ഡിനേ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലോക്ക് ചെയ്യുക. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. ഡിനേ, ആരെയാ ഡിനേ ചെയ്യേണ്ടത്? 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ അല്ലേ? അപ്പൊ 10.0.0 കഴിഞ്ഞിട്ടില്ല. സ്പേസ് സബ്നെറ്റ് മാസ്ക് അല്ല കൊടുക്കേണ്ടത്, വൈൽഡ് കാർഡ് ആണ്. 10-ന്റെ വൈൽഡ് കാർഡ് മാസ്ക് എത്രയാണ്? 255.0.0 ആണ് സബ്നെറ്റ് മാസ്ക്. അപ്പൊ 255 0 വരുന്നിടത്ത് 255 കൊടുത്തു. അപ്പോ 10-നെ ഡിനേ ചെയ്യണം. ഇനി അടുത്തത് എന്താണ്? ബാക്കിയുള്ളവരെ നമുക്ക് പെർമിറ്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ പെർമിറ്റ് സ്പേസ് എനി, പെർമിറ്റ്. ഓക്കെ, പെർമിറ്റ് സ്പേസ് എനി, പെർമിറ്റ് സ്പേസ് എനി, എൻ്റർ കൊടുത്തു, സേവ് ചെയ്തു. ഇപ്പൊ നമ്മളൊരു ആക്സസ് കൺട്രോൾ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സസ് കൺട്രോൾ ലിസ്റ്റിൽ നമുക്കിപ്പോൾ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ഇതാ ആക്സസ് കൺട്രോൾ ലിസ്റ്റിന്റെ പേര് 2, ഇതാണ് പേര് 240. കണ്ടീഷൻ എന്താ? ഡിനേ ചെയ്യണം 10-നെ, ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യണം. ഇനി അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം? ഇപ്പൊ നമുക്ക് ഈ റൂട്ടിന് 2 ഇന്റർഫേസ് ഉണ്ട്. ഒന്ന് 30-ന്റെ ഒരു ലാനിന്റെ ഇന്റർഫേസും ഉണ്ട്, ഒന്ന് 40 വരുന്ന ഇന്റർഫേസും ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ ഈ 30-ന്റെ ഈ ഇന്റർഫേസ് ഇല്ലേ, ജിഗാബിറ്റ് 0/0, അതിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ 10 എന്ന് പറയുന്ന ലാനിനെ 30-ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ലാൻ 4 ഏത് ഇന്റർഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന? റൂട്ടറിന്റെ ജിഗാബിറ്റ് 0/1 അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഏതിലാണ്? ജിഗാബിറ്റ് 0/1 അപ്പൊ ഞാൻ നേരെ ആ റൂട്ടറിൽ പോയി ആ റൂട്ടറിന്റെ കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 IP നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണ്ട അല്ലേ? അപ്പൊ IP ആക്സസ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ കൊടുത്ത പേര് എന്താണ്? 2 എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു കൊടുത്തത്? 40.0.0 അതല്ലായിരുന്നു നമ്മുടെ പേര്. അതായത് 240 ആ പേര് തന്നെ കൊടുക്കണം കേട്ടോ. പേരിൽ മാറ്റം വരുന്നത് IP ആക്സസ് ഗ്രൂപ്പ്. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല. ആക്സസ് ഗ്രൂപ്പ് സ്പേസ് IP ആക്സസ് ഗ്രൂപ്പ് ഓക്കെ കൊടുത്തു. 2 എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പേര് കൊടുത്തു. നമ്മുടെ ആക്സസ് ലിസ്റ്റിന്റെ പേര് നമ്മൾ കൊടുത്തു. ഓക്കെ, പേര് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുക? സ്പേസ് ഔട്ട് എന്ന് എഴുതുക. ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടും ഇന്നും. ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കിയേ, ഈ ലാൻ 1-ന്റെ പാക്കറ്റുകൾ സഞ്ചരിച്ച് റൂട്ടർ 2-ലെത്തി. റൂട്ടർ 2-ന്റെ ഈ ഇന്റർഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ റൂട്ടർ 2-ലൂടെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വരുന്ന പാക്കറ്റ് ഈ റൂട്ടർ 2-ലൂടെ പുറത്തോട്ടല്ലേ പോണേ? ലാൻ 4-ലോട്ടല്ലേ പോണേ? അപ്പൊ അത് ഔട്ടല്ലേ? റൂട്ടറിന് പുറത്തോട്ട് പോകുന്ന പാക്കറ്റ് അല്ലേ ഇത്? ഈ റൂട്ടറിന്റെ പുറത്തോട്ട്, ഈ ലാൻ 4-ലോട്ട് ഈ റൂട്ടറിന്റെ പുറത്തോട്ടാണ്. ജിഗാബിറ്റ് 0/1 പുറത്തോട്ടല്ലേ പോണത്? അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്?
ഔട്ട്. അപ്പോൾ അതിലോട്ട് പുറത്തോട്ട് പോകുന്ന എല്ലാ പാക്കറ്റുകളെയും ഫിൽട്ടർ ചെയ്യും. നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ അപ്ലൈ കൂടി ചെയ്യണമായിരുന്നു. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 40 ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ എന്നാണ് വരുന്നത്. കണ്ടോ? ഇനി നമുക്കത് റിമൂവ് ചെയ്യാം. റിമൂവ് എങ്ങനെയാ? 2 രീതി റിമൂവ് ചെയ്യാം. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്തെടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്ലൈ ചെയ്തെന്ന് റിമൂവ് ചെയ്യാൻ നമ്മൾ കോൺഫിഗർ ടെർമിനലിൽ പോകുന്നു. ഇന്റർഫേസ് ജിഗാബിറ്റ് 0/1 പോകുന്നു. നോ IP ആക്സസ് ഗ്രൂപ്പ്. നോ IP ആക്സസ് ഗ്രൂപ്പ് എന്തായിരുന്നു പേര് കൊടുത്തിരുന്നത്? 2.40.0.0 ഇതായിരുന്നു ഔട്ട്. ഇതായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ? സേവ് ചെയ്തു. ഇനി കമ്മ്യൂണിക്കേഷൻ നടക്കും. കാരണം എന്താ? നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ക്രിയേറ്റ് ചെയ്തെടുത്ത് റിമൂവ് ചെയ്തു. പക്ഷേ ആക്സസ് ലിസ്റ്റ് അപ്പോഴും അവിടെ തന്നെ ക്രിയേറ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു, അപ്ലൈ ചെയ്തെടുത്ത് റിമൂവ് ചെയ്തു, ഇന്റർഫേസിനെ റിമൂവ് ചെയ്ത്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പൊ ആക്സസ് ലിസ്റ്റ് പോയിട്ടില്ല. നമുക്ക് ആക്സസ് ലിസ്റ്റ് ജിഗാബിറ്റ് 0/0 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതേ ആക്സസ് ലിസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം? കോൺഫിഗർ ടെർമിനൽ, ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 IP ആക്സസ് ഗ്രൂപ്പ് എന്തായിരുന്നു പേര്? 2.40.0.0 അതായിരുന്നു പേര്. ഔട്ട്. ആ പേര് 40ന്റെ പേരായതുകൊണ്ട് 40നെ മാത്രം 40ലോട്ട് പോകുന്നതിനെ മാത്രം ബ്ലോക്ക് ചെയ്യാന്നൊന്നുമല്ല. ഞാൻ നമുക്ക് 30ലോട്ട് നടക്കണ്ടോ നോക്കാം. പിങ് സ്പേസ് 30.0.2 30ലോട്ട് നടക്കുന്നില്ല. കണ്ടോ? അപ്പൊ നമ്മൾ ആക്സസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അപ്ലൈ ചെയ്യണം. ഇനി അപ്ലൈ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. കോൺഫിഗർ ടെർമിനൽ, ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 നോ IP ആക്സസ് ഗ്രൂപ്പ് എന്തായിരുന്നു പേര്? 2.40.0.0 ഔട്ട്. റിമൂവ് ചെയ്തു. ഇന്റർഫേസിൽ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഇനി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ നോക്കാം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ആക്സസ് ലിസ്റ്റ് നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യണം നോക്കുക. ആക്സസ് ലിസ്റ്റ് അപ്ലൈ ചെയ്താണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പഠിച്ചത്. ഇപ്പോഴും അതിന്റെ മെമ്മറിയിൽ എന്തുണ്ട്? ആക്സസ് ലിസ്റ്റ് കിടക്കുന്നുണ്ട്. നേരെ കോൺഫിഗർ ടെർമിനലിൽ പോവാ. നോ IP ആക്സസ് ലിസ്റ്റ് പേര് കൊടുക്കുക. 40.0.0 എന്റർ. നോ IP ആക്സസ് ലിസ്റ്റ് 2 എന്നല്ലല്ലോ, സ്റ്റാൻഡേർഡ് എന്നില്ലേ? സ്റ്റാൻഡേർഡ് എന്നിട്ട് 2 പേര് കൊടുക്കുക. സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ആ ആക്സസ് ലിസ്റ്റ് അടക്കം പോയി. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് എടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്സസ് ലിസ്റ്റ് അടക്കം അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിനെ വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനും അതേപോലെ തന്നെ അത് കോൺഫിഗർ ചെയ്യുന്നതും റിമൂവ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 പീസുകൾ, ഇപ്പോൾ 10.0.2നും 20.0.2നും ഈ 30ലെ നെറ്റ്വർക്കുമായിട്ടൊന്നും എന്ത് ചെയ്യരുത്? കമ്മ്യൂണിക്കേഷൻ ചെയ്യരുത്. അപ്പോൾ 10നും 10.0.1നും 20.0.1നും ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 10.0.2 എന്ന് പറയുന്ന PCക്കും 20.0.2 എന്ന് പറയുന്ന PCക്കും ഈ നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് സിംഗിൾ ഹോസ്റ്റ് ബ്ലോക്കിംഗ് എന്ന് വിളിക്കുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ സർവർ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് കയറിയിട്ടൊന്ന് പരിശോധിക്കുക. അതിൽ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ ഈ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് അടുത്ത ഇതിൻ്റെ സിംഗിൾ ഹോസ്റ്റ് ബ്ലോക്കിങ്ങുമായിട്ട് കാണാം.